അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങൾക്കും അതിൻ്റേതായ ജോലികളുണ്ട്. ഹൃദയമായിരുന്നാലും തലച്ചോറായിരുന്നാലും ശ്വാസകോശമായിരുന്നാലും അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ കിഡ്നികൾക്ക് ഉള്ള ഡ്യൂട്ടീസ്. അതിൽ കിഡ്നിയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എക്സസായിട്ട്, അതായത് അധികമായി കിടക്കുന്ന വെള്ളം യൂറിനാക്കി പാസ് ചെയ്ത് കളയുക. അതുപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന നൈട്രോജീനസ് വേസ്റ്റുകളെ അതും നമ്മൾ ഈ പറഞ്ഞ പോലെ കിഡ്നി ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് വേണ്ടാത്ത സംഗതികളെ വെളിയിലേക്ക് കളയാനും ആവശ്യമുള്ള സംഗതികളെ ശരീരത്തിലേക്ക് എടുക്കാനും മെയിൻലി ആ ഡ്യൂട്ടി നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് കിഡ്നിയാണ്. അപ്പോൾ അതിൽ ഈ കിഡ്നിയുടെ ഈ പറഞ്ഞ മെയിൻ ഫങ്ഷന് എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോഴാണ് നമുക്ക് കിഡ്നി ഫങ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡാമേജ് അല്ലെങ്കിൽ അങ്ങനെ റിലേറ്റഡ് ഒരു ഡിസീസ് നമുക്ക് സാധാരണ വരുന്നത്. അപ്പം അത് ഏറ്റവും കൂടുതലും കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറിനേഷൻ റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ യൂറിനേഷനിൽ വരുന്ന ചേഞ്ചസ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് പത പോലെയോ കുമിള പോലെയോ അങ്ങനെ കാണുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ കളർ വ്യത്യാസം വരിക, അതിപ്പോൾ ഒരു ബ്രൗണിഷ് പോലെയോ അല്ലെങ്കിൽ ഡാർക്ക് കളർ ഷെയ്ഡിലൊക്കെ നമ്മൾ യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്കിതിൻ്റെ ഒരു പ്രശ്നം, എന്തോ ഒരു വിഷയമുണ്ട് നമ്മുടെ കിഡ്നി റിലേറ്റഡ് ആയിട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പ്ലസ് മൂന്നാമത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് സ്റ്റെയിൻസ്, യൂറിനിൽ ബ്ലഡ് സ്റ്റെയിൻസ് കാണുന്നതാണ്. സോ ഈ 3 കാര്യങ്ങൾ, അതായത് ഈ പറഞ്ഞ യൂറിനേഷനിൽ വരുന്ന അതിൻ്റെ ഫ്രീക്വൻസി, അതുപോലെ തന്നെ അതിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണ് എന്നുള്ളത്, അതായത് ഫ്രോത്തി ആണോ അതോ അതിൽ ഇങ്ങനെ ബബിൾസ് പോലെ എന്തെങ്കിലും ഉണ്ടോ, ഇനി അതും അല്ല കളർ ചേഞ്ചസ്, ബ്ലഡ് സ്റ്റെയിൻസ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. ഇനി ഫ്രീക്വൻസിയുടെ കാര്യം പറയുമ്പോൾ പൊതുവേ തണുപ്പ് സമയങ്ങളിൽ, ഇപ്പോൾ നവംബർ ഡിസംബർ ആണ് നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയങ്ങളിൽ പൊതുവേ എന്തായിരിക്കും, തണുപ്പ് കൂടുതലാണ്. സ്വാഭാവികമായിട്ടും സാധാരണ ഒരാൾ യൂറിനേറ്റ് ചെയ്യുന്നതിലും കൂടുതൽ പ്രാവശ്യം യൂറിനേറ്റ് ചെയ്യും. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് കാണേണ്ടതില്ല. അതുപോലെ തന്നെ ഷുഗറുള്ള ആൾക്കാർക്ക് രാത്രി സമയങ്ങളിൽ കൂടുതൽ പ്രാവശ്യം യൂറിനേറ്റ് ചെയ്യുന്ന പ്രശ്നം ഉണ്ടാവാറുണ്ട്. പക്ഷേ അങ്ങനെ രാത്രി സമയങ്ങളിൽ കൂടുതൽ യൂറിനേറ്റ് ചെയ്യുന്നത് ഷുഗർ ഉള്ളവർ മാത്രമാവണമെന്നില്ല. കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്കും ഇതേ പ്രശ്നങ്ങൾ വന്നേക്കാം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കണ്ടിന്യൂസ് കുറച്ച് നാൾ, അതായത് ഈ ക്ലൈമറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ലാതെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കാര്യമായിട്ട് എന്താണ് പ്രശ്നം, എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.